ഹായ് മക്കളെ, നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു 5 മാർക്കിന്റെ പ്രത്യേകത മാത്രമേ ഉള്ളൂ. മാക്സിമം 5 മാർക്കിന്റെ ചോദ്യം. അതിൽ കൂടുതലൊന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനില്ല. നമ്മുടെ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരട്ടെ. മറ്റാരും ഇത് പറഞ്ഞു തരില്ല, ഞാൻ മാത്രമേ പറഞ്ഞു തരുള്ളൂ. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്. ഈ ബിസിനസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അഥവാ അതിന്റെ നേട്ടങ്ങൾ നമ്മൾ വിശദീകരിക്കണം. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. 4 മാർക്കിന്റെ ചോദ്യമല്ലേ. എങ്ങനെയാ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക? പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ സെറ്റ് ആക്കണം കേട്ടോ. ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ലോവർ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ്. വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാം. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സസ് വേണം എന്നുള്ളത്. വളരെ കുറച്ച് റിസോഴ്സസ് അല്ലേ വേണ്ടൂ. അപ്പോൾ ആ റിസോഴ്സസ് ഉണ്ടല്ലോ, ആ റിസോഴ്സസിനെ കുറിച്ചൊരു 2-3 സെന്റൻസ് ഈ ഒരു പോയിന്റിന്റെ കൂടെ നിങ്ങൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ പോയിന്റായി. രണ്ടാമത്തെ എന്താണെന്നറിയോ? നമുക്ക് 24 മണിക്കൂറും ഈ പറയുന്ന ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം. അവരെപ്പോഴും വേണമെങ്കിലും ഇത് വിൽക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അങ്ങനെ തന്നെ എഴുതുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു 2 സെന്റൻസ് ആക്കിയിട്ട് ചാമ്പിക്കുക. അടുത്ത പോയിന്റ് എന്താണെന്നറിയോ? സ്പീഡാണ്. അതിനുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, എനിക്ക് സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ എനിക്ക് സാധനങ്ങൾ വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ ഫയൽ കൈമാറ്റം ചെയ്യുന്നത്, ഇതൊക്കെ ഒരു മൗസ് ക്ലിക്കിന്റെ സമയം മാത്രമേ വേണ്ടൂ. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഈ പരിപാടീസ് ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ സ്പീഡ് വളരെ കൂടുതലാണ്. ആൻഡ് ഗ്ലോബൽ റീച്ച് ഉണ്ട്. ആരെ സംബന്ധിച്ച് ഗ്ലോബൽ റീച്ച് ഉണ്ട്? നമ്മുടെ സെല്ലറിനെ സംബന്ധിച്ച് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ആക്സസ് ഉണ്ട്. ഇനി നമ്മുടെ ബയ്യറിനെ സംബന്ധിച്ചോ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം. വേൾഡിൽ എവിടേക്ക് വേണമെങ്കിലും സാധനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു 4 പോയിന്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് 4 മാർക്ക് കിട്ടും. അപ്പൊ ഈ ബിസിനസ്സിന്റെ നേട്ടങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി 5 മാർക്കിന് ഒരു ചോദ്യം നോക്കിയാലോ. ചോദ്യം ഏതാണെന്നറിയോ? അമൻ ആർഗ്യൂസ് ദാറ്റ് ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഈ ബിസിനസ് ആർ സെയിം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പണ്ട് നമ്മൾ നേരിട്ട് കടയിൽ പോയി വാങ്ങിക്കുന്ന ട്രഡീഷണൽ ബിസിനസ്സും ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ വാങ്ങുന്ന ഈ ബിസിനസ്സും സെയിം ആണ് എന്നുള്ളത്? ഒരിക്കലും അല്ല. അമന്റെ ആർഗ്യുമെന്റ് തെറ്റാണ് അല്ലേ? നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? നോ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? നോ, ഐ ഡോണ്ട് എഗ്രി വിത്ത് അമൻ, അല്ലെങ്കിൽ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ്. എന്തെഴുതണം? സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഈ ബിസിനസ് ആർ സെയിം. അതങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി ഒരു 4 മാർക്കിന് ഡിഫറൻസ് ആയാലോ? 4 മാർക്കിന് ഡിഫറൻസ് നിങ്ങൾ എന്താ എഴുതുക? ഒരുപാട് പോയിന്റ്സ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിക്കുക. 5 മാർക്കിൽ കൂടുതലൊന്നും ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ആദ്യം നമുക്ക് ഫോർമേഷന്റെ ബേസിൽ നോക്കാം. ട്രഡീഷണൽ ബിസിനസ് ഫോം ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതിനൊന്നാമത്തെ കാരണം ഇതിന് ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ റിസോഴ്സിന്റെ അവൈലബിലിറ്റി വെച്ച് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ 3 പോയിന്റ് ആയിട്ടുണ്ട് അല്ലേ? ഒരൊറ്റ സെന്റൻസിൽ നമ്മൾ 3 പോയിന്റ്സ് പഠിച്ചു. ഇനി ഈ ബിസിനസിന്റെ കേസിലാണെങ്കിലോ വളരെ സിമ്പിൾ ആണ് ഫോം ചെയ്യാൻ. ലൊക്കേഷൻ ആവശ്യമേ ഇല്ല. അതുപോലെ ലൊക്കേഷൻ ആവശ്യമേ ഇല്ല. ഫിസിക്കൽ പ്രസൻസ് വേണോ? അതും തീരെ വേണ്ട. ഇനി കോസ്റ്റിന്റെ കേസ് നമുക്ക് എടുത്തു നോക്കാം. ട്രഡീഷണൽ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ചെലവുണ്ട്. ഈ ബിസിനസ്സിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതലാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് ഉണ്ടല്ലോ അല്ലെ? നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസിനെയാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. റെന്റ് ആവാം, ഇലക്ട്രിസിറ്റി ബില്ലാവാം. എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ആണ് ഈ ബിസിനസ്സിൽ. ഈ പറയുന്ന റെന്റോ ഇലക്ട്രിസിറ്റി ബില്ലോ നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ? സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും വളരെ കുറവാണ്. ഇനി സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് തമ്മിലുള്ള കോൺടാക്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇന്റർമീഡിയറീസ് ത്രൂ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അല്ലെ? എന്തായാലും ഇന്റർമീഡിയറീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണോ നിങ്ങൾക്ക് സോപ്പ് തരുന്നത്? അല്ല, ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സോ ആയിരിക്കും. ഈ ബിസിനസിന്റെ കേസിലാണെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ആണ് ഉണ്ടാവുക. വളരെ സിമ്പിൾ അല്ലേ? അത് കൂടാതെ വീണ്ടും ഒരുപാട് പോയിന്റ്സ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ? ഇവിടെ നിങ്ങൾ നോക്ക്. ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ഇവിടെ ട്രഡീഷണൽ ബിസിനസ് ഇത് ഈ ബിസിനസ് ആട്ടോ. വളരെ ഡിഫിക്കൽട്ടാണ് ഗ്ലോബലി നമ്മുടെ കച്ചവടങ്ങൾ ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ബിസിനസ്സിൽ അത് വളരെ ഈസിയാണ്. ഗവൺമെന്റിന്റെ കൺസിഡറേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ
അസിസ്റ്റൻസ് പല രീതിയിലും ഇൻ ടേംസ് ഓഫ് ഫിനാൻസ് ആയിക്കോട്ടെ, സബ്സിഡി ആയിക്കോട്ടെ, അതൊക്കെ ട്രഡീഷണൽ ബിസിനസ്സിന് ഇങ്ങനെ കുറഞ്ഞു വരിക. പക്ഷേ ഈ ബിസിനസ്സിന് അതിങ്ങനെ കൂടി വരുന്നുണ്ട്. കൂടുതലും ഗവൺമെന്റും പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ബിസിനസ്സാണ്. ഇനി നേച്ചർ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിലോ, ഇവിടെ സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ആവശ്യം. പക്ഷെ ഈ ബിസിനസ്സിൽ ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. ഇനി ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ ഹെറാർക്കിയലാണ്. കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട്, ആരോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിൽ അത്തരത്തിലൊന്നുമില്ല, നോൺ ഹെറാർക്കിയലാണ്. ഇനി ട്രാൻസാക്ഷൻ റിസ്ക് നോക്കുകയാണെങ്കിലോ, ഇവിടെ ലോ ട്രാൻസാക്ഷൻ റിസ്ക് ആണ്. കാരണം ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്, വിച്ച് മീൻസ് നമ്മൾ കൈനീട്ടി പൈസ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കൈനീട്ടി ഒരു സാധനം വാങ്ങിക്കുകയാണ്, നമുക്ക് നേരിട്ട് ഇടപാടുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ റിസ്ക് കുറവാണ്. ഇവിടെ റിസ്ക് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ എല്ലാം ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് ഈ 2 ക്വസ്റ്റ്യൻസ് വളരെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പഠിക്കാം. എന്താണെന്നറിയോ, നമ്മൾ ഇവിടെ കണ്ടതുപോലെ റിസോഴ്സസ് റിക്വയർഡ് ഫോർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ലോവർ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത്. അതിന്റെ കൂടെ ഇതുകൂടി പഠിക്കാം. റിസോഴ്സസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് എ സക്സസ്ഫുൾ ബിസിനസ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. ഒന്ന്, അതിൽ നിന്നൊരു 3 മാർക്കിന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അതുകൂടാതെ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും പറ്റും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കണ്ട, പഠിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്കിനിയും. ഇത് നന്നായിട്ട് പഠിച്ചോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.